അയാളുടെ അടുത്ത് ഞാൻ ഇറങ്ങി പോകാൻ ഞാൻ പറഞ്ഞു. പക്ഷേ അയാൾ പോയില്ലായിരുന്നു. ഞാൻ പോയെന്ന് വിചാരിച്ച്. പക്ഷേ ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് ലോഷനൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വഴിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് എൻ്റെ പുറകിൽ കൂടെ അയാൾ കയറി വന്ന് എന്നെ ബലമായിട്ട് മുറുകെ പിടിച്ച് എന്നെ ഇങ്ങനെ ദേഹോപദ്രവം തന്നെ നിലവിളിച്ചത്. എൻ്റെ വിളി കേട്ട് അയാൾ ഇറങ്ങി ഓടി ആ വാതിൽ ലോഷനിൽ തെന്നി വീഴുന്നിട്ട് തന്നെ അയാൾ ഇറങ്ങി ഓടി. ഞാൻ ഇങ്ങനെ വൈപ്പർ എടുത്ത് അയാൾ അടിക്കാനായിട്ട്, പക്ഷെ എടുത്ത സമയത്തേക്ക് അയാൾ വീഴുന്നു. ജില്ലാ സെക്രട്ടറി എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു അത് മനസ്സിലൊരു കാര്യം ചെയ്യണം, അങ്ങനെ ഫോർട്ട് സ്റ്റേഷനിൽ വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ, അതായത് ഇയാൾ തന്ന പരാതി കഴമ്പില്ലാത്ത പരാതി എന്ന് വേണം പറയാനും. അതങ്ങനെ ഞാനല്ലേ അനുഭവിച്ചേ, അല്ല ജില്ലാ സെക്രട്ടറി അല്ലല്ലോ അനുഭവിച്ചു. കാരണം ഇവനും അയാളും ഭയങ്കര ടച്ചാണ്. ഇവർ പറയണം, അതായത് മന്ത്രിതലം വരെ പിടിതരമുള്ള ആളാണ് ഈ അമൃതരാജ്. അപ്പം ഇവർക്കറിയാം, ഇവർ തമ്മിൽ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അവിടെ നഗരസഭയിൽ തന്നെ ഈ സംഘടനയിലെ ഓരോ കാര്യങ്ങൾ ഇന്നേ വരയ്ക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ എന്ത് ചെയ്യും, എത്ര നെറികെട്ടവനാണ്. പക്ഷേ ഇയാളാണ് ശരിക്കും പറഞ്ഞാൽ സംരക്ഷിക്കണം. ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങാൻ കാര്യം, ഇയാൾ ഒരു കമ്മിറ്റിയിൽ ഇതുപോലെ പറഞ്ഞത് ഞാൻ കേട്ടു. ഏത് രീതിയിലെന്നറിയാമോ, അവൻ്റെ ഒരു രോമത്തിൽ, അതായത് ഞാൻ ഇനി നിയമവശം തേടിയ അവൻ്റെ ഒരു രോമത്തിൽ തൊടൂല, ഞാൻ ജോലി ചെയ്യുന്ന അതേ സർക്കിളിൽ തന്നെയാണ് ഇയാളെ ജോലിക്ക് എടുത്തിരിക്കുന്നത്. അതുമല്ലാതെ ഇയാൾക്ക് പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ അവർ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അതൊന്നും ഉൾപ്പെടുത്തുകയോ പ്രതി ഇതുവരെ അറസ്റ്റ് ചെയ്തതായിട്ടോ നടപടി സ്വീകരിച്ചതായിട്ടോ അറിയില്ല. കഴിഞ്ഞ വർഷം CITU സംഘടനയുടെ കീഴിൽപ്പെടുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ വർക്കേഴ്സ് അസോസിയേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ശുചീകരണ തൊഴിലാളിയായ ജീവനക്കാരിക്ക് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ സംഭവമാണ്. അതായത് ഈ ഒരു സംഘടനയ്ക്ക് കീഴിൽ തന്നെ ജോലി ചെയ്യുന്ന അമൃത് രാജ് എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളി ഈ ഒരു യുവതിയെ കയറി പിടിക്കുകയും അതിനുശേഷം ഈ യുവതി പരാതി കൊടുത്തുവെങ്കിലും പോലീസ് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല. ഇതിനുശേഷം ഇവർ കോടതിയെ സമീപിക്കുകയും പിന്നീട് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. എന്നാൽ അതിനുശേഷവും പോലീസ് നോക്കുകുത്തിയായിക്കൊണ്ട് ഈ ഒരു പ്രതിക്കെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത തരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ശുചീകരണ തൊഴിലാളി തന്നെ, അതായത് ഈ ഇര തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഇത് എപ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത്? 2023 ഞാൻ സാക്ഷാത്കാരത്തിലെ ജീവനക്കാരിയാണ്. കല്ലടിമുഖം 20/9/2023 ഞാൻ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫാണ്. അപ്പോൾ അന്നേരം അവിടുത്തെ റൂം ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ പോയ സമയത്ത് അവിടെ വൃത്തിഹീനമായിട്ട് കിടക്കുകയായിരുന്നു. പുരുഷന്മാർ കിടക്കുന്ന റൂമാണ്, അത് അവരാണ് ക്ലീൻ ചെയ്യാനുള്ളത്. പക്ഷേ നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ നമ്മളാണ് ക്ലീൻ ചെയ്യുക. അങ്ങനെ അവിടെ ലോഷനൊക്കെ എടുത്തൊഴിച്ച് ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ അവിടെയുള്ള ജീവനക്കാരൻ തന്നെയാണ്, അമൃതരാജ് എന്നാണ് പേര്. അയാൾ റൂമിൽ കയറി വന്നു. പക്ഷേ കയറി വന്ന സമയത്ത് ഞാൻ കണ്ട് അയാളുടെ അടുത്ത് ഞാൻ ഇറങ്ങി പോകാൻ ഞാൻ പറഞ്ഞു. പക്ഷേ അയാൾ പോയില്ലായിരുന്നു. ഞാൻ പോയെന്ന് വിചാരിച്ച്. പക്ഷേ ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് ലോഷനൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വഴിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് എൻ്റെ പുറകിൽ കൂടെ അയാൾ കയറി വന്ന് എന്നെ ബലമായിട്ട് മുറുകെ പിടിച്ച് എന്നെ ഇങ്ങനെ ദേഹോപദ്രവം തന്നെ ചെയ്ത് ആക്രമിക്കുകയായിരുന്നു. ഞാൻ കിടന്ന് ഉറക്കം നിലവിളിച്ചത് എൻ്റെ വിളി കേട്ട് അയാൾ ഇറങ്ങി ഓടി ആ വാതിൽ ലോഷനിൽ തെന്നി വീഴുന്നിട്ട് തന്നെ അയാൾ ഇറങ്ങി ഓടി. ഞാൻ ഇങ്ങനെ വൈപ്പർ എടുത്ത് അയാൾ അടിക്കാനായിട്ട്, പക്ഷെ എടുത്ത സമയത്തേക്ക് അയാൾ വീഴുന്നു അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഇത് കണ്ടോടനെ അപ്പോഴേ തന്നെ ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിച്ച് ഉടനെ കാര്യം പറഞ്ഞു. ചേട്ടാ ഇങ്ങനെയാണ് അമൃതരാജ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ രീതിയിലാണ് പെരുമാറിയതെന്നും അതുപോലെ ഇയാൾ പെരുമാറി അതേ രീതി ഞാൻ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് വിവരിച്ച്. ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ അങ്ങ് ഒരു സെക്കൻഡ് ഇത് കേട്ടപ്പോൾ അങ്ങനെ അങ്ങ് സ്ട്രക്കായിപ്പോയി. എന്നിട്ട് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ചാർജ് ഓഫീസർ വരുമ്പോൾ ചാർജ് ഓഫീസറിൻ്റെ അടുത്ത് വിവരം പറയാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ മാഡം വന്ന് ഞാൻ മാഡത്തിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. മാഡം പറഞ്ഞു അത് റിട്ടേൺ ആയിട്ട് എഴുതി തരണം, അല്ലാതെ നിങ്ങളൊക്കെ കൂട്ടത്ത് കൂടിയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, റിട്ടേൺ ആയിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് തരാമോ? ഞാൻ പറഞ്ഞു ശരി മാഡം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ കംപ്ലയിൻ്റ് എഴുതി കൊടുത്തിട്ട് ഞാൻ പിന്നീട് ചോദിച്ചു, മാഡം കംപ്ലയിൻ്റ് എന്തായെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാവരും സംഘടനക്കാരാണ്, ആദ്യം നിങ്ങളുടെ സംഘടനയിലുള്ള, അതായത് നഗരസഭയുടെ തന്നെ ജില്ലയുടെ നമ്മുടെ CITUവിൻ്റെ ഇത്രയും 13,000 തൊഴിലാളികളാണ് ഞങ്ങൾ. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു CITUവിൻ്റെ ഒരു സംഘടനയുണ്ട്. അതിൽ തന്നെ ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും സെക്രട്ടറിയാണ് കണ്ണമുല്ല വിജയസഖാവ്. അപ്പോൾ അയാളുമായിട്ട് മാഡം സംസാരിച്ചു. പക്ഷേ ഇവരുടെ ഒരു തീരുമാനം നമുക്കുണ്ടായില്ല അതിനുശേഷം. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ നഗരസഭ മേയർക്കും സെക്രട്ടറിക്കൊക്കെ ഞാൻ പരാതി കൊടുത്തു. അവർക്കും മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ പാർട്ടിയിലുള്ള തന്നെ ജില്ലയുടെ ജോയ് സഖാവ് എല്ലാവർക്കും കൊടുത്തായിരുന്നു. പക്ഷേ നഗരസഭ സെക്രട്ടറി ഞാൻ കൊടുത്ത പരാതി ഫോർട്ട് സ്റ്റേഷനിലോട്ട് ഫോർവേഡ് ചെയ്തു. അപ്പം ഫോർട്ട് സ്റ്റേഷനിൽ ഫോർവേഡ് ചെയ്തിട്ട് 18-ാം തീയതി ഞങ്ങളെ വിളിപ്പിച്ചു.
ഞങ്ങളെ വിളിപ്പിച്ച പ്രകാരം ഞങ്ങൾ സ്റ്റേഷനിൽ വന്നിട്ട് അപ്പം അതിനു മുമ്പായിട്ട് ഒരു ദിവസം ഇയാൾ എന്നെ വിളിച്ച്, അതായത് ഈ ജില്ലാ സെക്രട്ടറി എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു, അത് മത്സരം ഒരു കാര്യം ചെയ്യണം, അങ്ങനെ ഫോർട്ട് സ്റ്റേഷനിൽ വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ, അതായത് ഇയാൾ തന്ന പരാതി കഴമ്പില്ലാത്ത പരാതി എന്ന് വേണം പറയാനെന്ന്. അതങ്ങനെ ഞാനല്ലേ അനുഭവിച്ചേ, അല്ല ജില്ലാ സെക്രട്ടറി അല്ലല്ലോ അനുഭവിച്ച്. ഞാനൊന്നും അങ്ങനെ അയാൾ പറയുമ്പോൾ പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ, കാരണം അയാൾ ആ വീട്ടുകാരല്ലല്ലോ ഉപദ്രവിച്ച്, അവനെയല്ലേ ഉപദ്രവിച്ചു. കാരണം ഇവനും അയാളും ഭയങ്കര ടച്ചാണ്. ഇവർ പറയണത്, അതായത് മന്ത്രിതലം വരെ പിടിതരമുള്ള ആളാണ് ഈ അമൃതരാജ്. അപ്പം ഇവർക്കറിയാം, ഇവർ തമ്മിൽ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അവിടെ നഗരസഭയിൽ തന്നെ ഈ സംഘടനയിലെ ഓരോ കാര്യങ്ങളും ഇന്നേ വരേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, അപ്പോഴേ തന്നെ ഫോർട്ട് സ്റ്റേഷനിൽ പോയതിന് ശേഷം അവർ വിളിച്ച് ഞങ്ങളുടെ അടുത്ത് ചോദിച്ച്, അതായത് ഫോർട്ട് സ്റ്റേഷനിൽ ഞാൻ കൊടുത്ത പരാതി ഞാനല്ല, സെക്രട്ടറി ഫോർവേഡ് ചെയ്തതാണ്. അപ്പം ഇയാൾ പറയുമ്പോൾ പറയേണ്ട കാര്യം എനിക്കില്ല, കാരണം ഞാൻ എന്താണോ പരാതി സെക്രട്ടറി കൊടുത്തിട്ടുള്ളത് അത് അതേ രീതിയിൽ ഇയാൾ വായിച്ച് കേൾപ്പിക്കുകയാണ്. സ്റ്റേഷനിൽ SI വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്നോട് അയാൾ ചെയ്ത രീതിയാണ് ഞാൻ അതിൽ എഴുതിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു CA കയറി വന്നിട്ട് പറഞ്ഞു, അത് ഇയാളുമായിട്ട് കുറച്ച് സംസാരിക്കുക, അതായത് SI ആയിട്ട് എന്ന് പറഞ്ഞപ്പോൾ SI അഴിച്ച് CAയുടെ അടുത്ത് പോയി. അത് സംഘടനക്കാരാണ്, ഞാൻ പറയും പോലെ എഴുതിയാൽ മതി എന്ന് ഈ CA SI ആയിട്ട് സംസാരിച്ച്. അതിന് കഴിഞ്ഞപ്പോൾ വേറൊരു SI ഒന്ന് എന്നെ വിളിച്ചിട്ട് ഇയാൾ ഇങ്ങനെ എണീറ്റ് വാന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു രജിസ്റ്റേർഡ് പോലെ ഒരു വലിയൊരു നോട്ട് ബുക്ക് ഇരുന്നു. ആരെയാണ് വിളിച്ചത്? എന്നെ വിളിച്ചുകൊണ്ട് ആ റൂമിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇയാളൊരു കാര്യം ചെയ്യക്ക്, അവർ സംഘടനാപരമായിട്ട് കിട്ടേണ്ടതൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു പേപ്പർ കയ്യിൽ തന്നല്ലോ, കിട്ടേണ്ടത് കിട്ടിയല്ലോ, അപ്പോൾ ഇനി ഇയാളൊന്ന് അതിലൊന്ന് ഒപ്പിടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൽ ഒപ്പിട്ട്. എന്താണ് വായിച്ചു നോക്കിയത്? പേപ്പർ ഞാൻ വായിച്ചായിരുന്നു. അതിലെഴുതിയിരുന്നത് 29/23 ബുധനാഴ്ച രാവിലെ അമൃതരാജ് എന്ന ഞാൻ ഇന്ന ആളോട് മോശമായിട്ട് പെരുമാറി, അതിൽ മാപ്പ് ചോദിക്കുന്നു എന്നും പറഞ്ഞ് അവർ പേപ്പർ എഴുതിയിട്ട് അതിൻ്റെ താഴെ നമ്മുടെ തന്നെ ഈ ജില്ലാ സെക്രട്ടറി CITൻ്റെ ജില്ലാ സെക്രട്ടറി കണ്ണമൂല വിജയ സഖാവ്, ചന്തു സഖാവ്, അയാൾ പ്രസിഡൻ്റാണ്, അയാൾ പിന്നെ സുരേഷ് സഖാവ് എന്ന് പറയും, അത് KMCൻ്റെ നഗരസഭയുടെ തന്നെ KMCൻ്റെ സെക്രട്ടറിയാണ് അയാൾ, പിന്നെ ഉമേഷ് ജില്ലയുടെ ട്രഷറർ, ഇവർ 4 പേരും കൂടെ ചേർന്ന് ഒപ്പിട്ട ഒരു പേപ്പറാണ് എൻ്റെ ഏൽപ്പിച്ചത്. ഈ ഒപ്പിട്ട് കഴിഞ്ഞ് കുറേ മാസം, അതായത് 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നഗരസഭയിൽ നമുക്കൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. കമ്മിറ്റിക്ക് സംഘടനയിൽ അവിടെ പോയപ്പോഴത്തേക്ക് മകളേക്ക് മാത്രമായിട്ടൊരു കമ്മിറ്റി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പോയില്ലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പോയ സമയത്ത് അതേ ജില്ലാ സെക്രട്ടറി, അതായത് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്നെ ഓരോ സ്ഥലത്തും അപമര്യാദയായിട്ട് ശരിക്കും അപമാനിക്കും. സത്യമാണിത് ഞാൻ പറയാം. എന്താണ് പറഞ്ഞത്? അതായത് ഓരോ പെണ്ണുങ്ങൾ കൂട്ടുകൂടി നടക്കും. എന്നേന്ന് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 10,000-3000 തൊഴിലാളികളാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്, ശരിക്കും ഞാൻ പറയണത് എനിക്ക് വേണ്ടിയിട്ടല്ല, എന്നെപ്പോലെ ഓരോ സ്ത്രീക്കും വേണ്ടിയിട്ടാണ് പറയണത്. കാരണം എന്തെന്ന് ഞാൻ പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ 10-300 തൊഴിലാളികൾ നഗരസഭയിലുള്ളതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്, കുറച്ച് പേരാണ് ആണുങ്ങൾ. ഞാനെന്ന് പറയുന്ന കല്ലടി ഭാഗത്ത് അവിടെ കിടക്കുന്നത് സാക്ഷാത്കാരം പറയുന്ന നിർധരരായ കുറേ പാവങ്ങളാണ് അവിടെ നോക്കാൻ കിടക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ റോഡിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഒട്ടനവധി പെണ്ണുങ്ങൾ ഈ കിടന്ന് പുഴുവെന്നല്ല എന്ത് വേസ്റ്റ് മാറാൻ വേണ്ടി കിടക്കുന്നവരാണ്. പക്ഷെ നമ്മളെ സംരക്ഷിക്കുന്നതാണ് സംഘടന ചെയ്യേണ്ടത്. പക്ഷേ ഓരോ ആണുങ്ങളും നമ്മളെ കൂടെ ജോലി ചെയ്യുന്നവർ അവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഒരു പെണ്ണെന്നുള്ള നിലയിൽ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഞാനൊരു സംഘടനയിൽ വന്ന് പറയുമ്പോൾ അവർ മാറി നിന്ന് എന്നെ രഹസ്യമായിട്ട് വിളിച്ച് ഒതുക്കി തീർക്കൽ പോലെ സംസാരിച്ച് കഴിഞ്ഞിട്ട് അവരെ പ്രവൃത്തി വേറൊരു രീതി എന്ന് വെച്ചാൽ നമ്മളെ കളിയാക്കും പോലെ. അതായത് ഇപ്പോഴും തന്നെ ഒരു നിശാഗന്ധി ഓഡിറ്റോറിയത്തിലും ഈ കഴിഞ്ഞ വർഷത്തിലും ഒരു പരിപാടി നടന്നിരുന്നു. ആ സമയത്ത് പോയപ്പോഴത്തേക്കും മൈക്ക് സെറ്റ് എടുത്ത് ഇത്രയും തൊഴിലാളികളിരിക്കുകയാണ്. ഓരോ ആണും പെണ്ണും ഒരു സർക്കിളുകളിൽ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ഒത്തു നടക്കും. പക്ഷേ ഒരു കാര്യം വരുമ്പോൾ എല്ലാം കൊണ്ട് അവന്മാരുടെ പെടലിയിലിടും. ഇതല്ല പറയേണ്ടത്, സത്യം എന്തെന്ന് ഇവർക്കറിയാം. ഓരോ സർക്കിളിലെ അല്ല എന്ത് കാര്യം എന്നാലും ഓരോ കാര്യങ്ങൾ ഇവർക്ക് നേതാക്കന്മാർക്കറിയാം. അവർ പക്ഷേ ഈ ആണുങ്ങളെ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവൻ എന്തും ചെയ്യും, എത്ര നെറികെട്ടവനാണ്. പക്ഷേ ഇയാളാണ് ശരിക്കും പറഞ്ഞാൽ സംരക്ഷിക്കണം. ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങാൻ കാര്യം, ഇയാൾ ഒരു കമ്മിറ്റിയിൽ ഇതുപോലെ പറഞ്ഞത് ഞാൻ കേട്ടു. ഏത് രീതിയിലെന്നറിയാമോ? അവൻ്റെ ഒരു രോമത്തിൽ, അതായത് ഞാൻ ഇനി നിയമവശം തേടിയ അവൻ്റെ ഒരു രോമത്തിൽ തൊടൂല. ജില്ലാ സെക്രട്ടറിയാണ് പറഞ്ഞത്. അവൻ്റെ ഒരു രോമത്തിൽ തൊടൂല. കാരണം ഞാൻ അവിടെ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന നിയമ അവകാശത്തിന് ഞാൻ പോകില്ല എന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനിങ്ങനെ പോകില്ല എന്ന് വാശി പിടിച്ചപ്പോഴത്തേക്ക് ഇതെന്തെന്ന് എനിക്കറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. കാരണം ഞാൻ കൊടുത്ത കേസ് എന്തായെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ആരും എന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ ഇവിടെ അഡ്വക്കേറ്റ് സുരേഷ് പഴയടോ എന്ന് പറയുന്ന സാറിനെ ഞാൻ വന്ന് കണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞ എല്ലാ റിപ്പോർട്ട് കംപ്ലീറ്റ് ഉണ്ട്. എഴുതി കൊടുത്ത പ്രകാരം
സാർ എനിക്ക് വിവരാവകാശത്തിൽ ഓരോന്ന് എനിക്ക് എഴുതി തന്നു. നഗരസഭയിലും കൊണ്ടുകൊടുത്ത്, ഫോർട്ട് സ്റ്റേഷനിലും കൊണ്ടുകൊടുത്തു. അങ്ങനെ ഫോർട്ട് സ്റ്റേഷനിൽ നിന്ന് എടുത്ത കോപ്പിയിലാണ് എനിക്ക് ഈ രീതിയിൽ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടത്. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്, അതായത് അയാൾക്കെതിരായിട്ട് ഞാൻ ഇനി ഒരു കേസിനോ നിയമവശത്തിനോ ഞാൻ പോവില്ല എന്ന്. അപ്പം അത് വെച്ചിട്ടാണ് ഈ ജില്ലാ സെക്രട്ടറി ഈ രീതിയിൽ സംസാരിച്ചത്. മനസ്സിലായില്ല? അതായത് അവൻ്റെ സർവീസ് ബുക്കിൽ പോലും ഒന്നും ചെയ്യാതെ എനിക്കറിയാൻ നോക്കാം, അവനൊരു കുടുംബം ഉള്ളതാണ്. അപ്പോൾ ഇവനൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ചിന്തിക്കണം, അവനൊക്കെ ഒരു കുടുംബം ഉള്ളതാണ്. ആ പിള്ളേർ ഇതുപോലെ ജോലിക്ക് വരുന്ന ഓരോ സ്ത്രീകളാണ്, അവരുടെ അടുത്ത് ഈ രീതിയിൽ പെരുമാറാൻ പാടില്ലെന്ന് അവനൊക്കെ വേണം ചിന്തിക്കാനാണ്. എന്തുകൊണ്ട് ഈ സെക്രട്ടറിമാർ ഇതൊക്കെ അന്വേഷിക്കണില്ല? അല്ലാതെ അവർക്ക് കൂട്ട് നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്? അയാളും ചെയ്തത് അവിടെ അതാണ്. ഇത് ഞാൻ നേരെ ചെന്നപ്പോൾ ഒരു ദിവസം എന്നെ നഗരസഭയിൽ HS വിളിച്ചു വരുത്തിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച്, ഇയാളെ വിളിച്ചു വരുത്തി വേറെ ഒന്നിനുമല്ല, അവൻ്റെ സസ്പെൻഷന് ഒന്ന് ഞങ്ങൾക്ക് പിൻവലിക്കണം. ഞാൻ പറഞ്ഞു ഇതിനെപ്പറ്റി എനിക്കറിയേണ്ട കാര്യമില്ല. കാര്യം അറിയില്ലെന്ന് ഇയാൾ ഏത് രീതിയിൽ പറയും? ഇയാൾ 2 വെള്ളത്തിൽ ചവിട്ടി നിൽക്കല്, ഒരു വെള്ളത്തിൽ ചവിട്ടി നില്ലെന്ന് പറഞ്ഞ് ആ മേശയിൽ കൈയിട്ട് അടിച്ച് ഷൗട്ട് ചെയ്താണ് അയാൾ എൻ്റെ അടുത്ത് സംസാരിച്ചത്. നഗരസഭയിൽ സെക്രട്ടറി അല്ല, നഗരസഭയിൽ HS. ഞാനപ്പോൾ ഇവ എഴുതി തന്ന ഈ പേപ്പറിനേക്ക് എടുത്തങ്ങ് ഇട്ടുകൊടുത്തു. അത് കണ്ടപ്പോൾ ഇയാൾ അങ്ങ് വല്ലാതുണ്ടായിപ്പോയി. കുറേ കഴിഞ്ഞിട്ട് ഇയാളും മനസ്സിലായില്ല. അതായത് ഇന്നും നഗരസഭയിൽ എൻ്റെ കേസിന് ഒരു തീരുമാനം, ഒരു കൗൺസിലിംഗ് പോലും പാസ്സാക്കിയിട്ടില്ല. ഞാൻ ജോലി ചെയ്യുന്ന അതേ സർക്കിളിൽ തന്നെയാണ് ഇയാളെ ജോലിക്ക് എടുത്തിരിക്കുന്നത്. അതുമല്ലാതെ ഇയാൾക്ക് പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ, പ്രൊമോഷൻ എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഇത്രയും ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന റോഡിൽ ജോലി ചെയ്യാൻ ആളില്ല. ഇയാളെ കൊണ്ടുവന്ന് നല്ല ആരോഗ്യമുള്ള മനുഷ്യരാണ്, അതായത് വയസ്സായി പ്രായം ചെന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ആർക്കെങ്കിലും കൊടുക്കേണ്ട ജോലി ഇയാളെ എടുത്ത് മുട്ടടയിൽ, നന്തങ്കോട് മുട്ടട എന്നുള്ള ഒരു ബിന്നിൽ, അവിടെ വേറെ ഒന്നുമില്ല, അതായത് ഹരിതകർമ്മസേനയുടെ എന്തെങ്കിലും വേസ്റ്റ് വരുന്ന ഡബ് ചെയ്യാനായിട്ടുള്ള ബക്കറ്റ് അങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോൾ കൊണ്ടുപോകുന്നവർക്ക് പേരെഴുതി കൊടുക്കും, അവിടെ ഇരിക്കുക. ഇതാണ് ജോലി. ആ ജോലിയിൽ 4 ദിവസം ഇയാളെഴുതി. ഞാനത് ചോദ്യം ചെയ്തതിന് എൻ്റെ അടുത്ത് ഇതേ ജില്ലാ സെക്രട്ടറി പറഞ്ഞതാണ്, എൻ്റെ അടുത്ത് തർക്കിച്ച അയാൾ. പിന്നെ ഇല്ല, അവൻ അങ്ങനെ ഒരു ജോലി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് തർക്കിക്കല്ലേ, അവിടുത്തെ അറ്റൻഡൻസ് 4 ദിവസം ആവാം, അവിടെ അറ്റൻഡൻസ്, അതായത് അവിടെ മുട്ടടയില്ല, അറ്റൻഡൻസ് ഇട്ട് ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞപ്പം അയാൾ പിന്നെ ചലിച്ചില്ല. അയാളെ വായ അടച്ചു. കാരണം എന്നിട്ട് അയാളെ സസ്പെൻഷൻ പിൻവലിച്ചിട്ട് നേരെ കൊണ്ടുവന്ന് ഞാൻ ജോലി ചെയ്യണം അതേ സർക്കിളിൽ. പക്ഷേ നഗരസഭ അഥവാ കൗൺസിലിംഗ് പാസ്സാക്കാതെയാണ് ഇയാളെ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും അതിലടിച്ച് വിട്ടിരിക്കുന്നത് വിഴിഞ്ഞ സർക്കിളാണ്. വിഴിഞ്ഞ സർക്കിളിൽ അടിച്ചു വിട്ട അയാൾ പാർട്ടിയുടെ ബലത്തിൽ, മനസ്സിലായില്ലേ, പാർട്ടി വീണ്ടും ഞാൻ നിൽക്കുന്ന അതേ സർക്കിളിൽ തന്നെയാണ് അയാളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ഉദ്ദേശത്തിൽ? അപ്പോൾ അയാൾ പറയണതാണ് ഈ നഗരസഭയിൽ ഇന്നും നടക്കുന്നത്. ഞാനിപ്പോൾ 2ാമത് കൊടുത്തിട്ട് പോലും പോലീസ് സ്റ്റേഷൻ ഞാനൊരു SCയിലുള്ള ഒരു കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് പോലും ഇന്ന് ഈ സെക്കൻഡിൽ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേഷനിൽ, ഫോർട്ട് സ്റ്റേഷനിലുള്ളതിൽ പോലും ഈ പോലീസുകാർ ഇന്ന് വരയ്ക്ക് ഞാനൊരു SC ആണെന്ന് പോലും അതിൽ ആ കംപ്ലൈൻറ്റിൽ എഴുതിയിട്ടില്ല. ഇവരുടെ ഇതേ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് അവർ രാവിലെ ജോലി ചെയ്യണത്. എന്നെ വിളിച്ച് നിർത്തി ഇവരെല്ലാം മൊഴിയെടുത്തിട്ട് പറഞ്ഞ് നാളെ തന്നെ ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അവനെ പിടിച്ചില്ല? അതാണ് അവൻ്റെ പിടിപാട്. എനിക്ക് നീതി കിട്ടണം. എന്താണ് ഇവൻ എന്തുകൊണ്ട് ഇതുവരേക്കും ഒന്നും ചെയ്യാത്ത കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ നീതി കിട്ടിയേ പറ്റുള്ളൂ. ഇവിടെ ഓരോരുത്തരും ചെന്ന് എനിക്ക് ഇവന് വേണ്ടിയിട്ട് താഴ്ന്ന് ഓച്ചാനിച്ച് നിൽക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. എനിക്ക് നീതി കിട്ടിയവ എൻ്റെ അടുത്ത് ഈ കാണിച്ചത് എൻ്റെ അടുത്തുനിന്ന് മാത്രമല്ല, ഇനി ഒരു സ്ത്രീയുടെ അടുത്ത് ഒരുത്തന്മാർ ഇതുപോലെ കാണിക്കാൻ പാടി. അതുകൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത്. ഇയാൾക്ക് വ്യക്തമായ പാർട്ടി പിന്തുണയുണ്ടോ? 100% പാർട്ടി പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇയാളിപ്പോൾ ഈ രീതിയിൽ ഇന്ന് നിലനിർന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇയാൾ പറയുന്നത്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, മണക്കാട് സർക്കിളിലാണ് അയാൾക്ക് വീണ്ടും ജോലി കൊടുത്തിട്ടുണ്ടെങ്കിലും വെളുപ്പാരാവിലെയാണ് ഡ്യൂട്ടി ഇട്ടിരിക്കുന്നത്. അതായത് 4 മണിക്ക് ഡ്യൂട്ടിക്ക് വരിക, 8 മണിക്ക് വീട്ടിൽ പോവുക. കാണുന്ന കാണിയേക്ക് ഇന്നും അയാൾ സിമ്പിളനായിട്ടാണ് നടക്കുന്നത്. നഗരസഭയിൽ ഇന്നും അയാൾക്ക് വന്നിരിക്കുക, ഇതേ പാർട്ടി തന്നെയാണ് വന്നിരിക്കുക. ഇതുപോലെ തന്നെ അയാളുടെ ജില്ലയുടെ സംസ്ഥാനത്തിൽ ട്രഷററായിട്ടെടുത്ത്, CITUവിൻ്റെ സംസ്ഥാനത്തിൻ്റെ ട്രഷററായിട്ട് അയാളെടുത്ത്. അന്ന് ഞാൻ ചോദ്യം ചെയ്തതിനെതിരായിട്ട് വീണ്ടും അതിങ്ങനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. കാരണം ഇങ്ങനെ കേസിന് പോകില്ല എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് അതിനെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുക. അതായത് എനിക്ക് വേണ്ടി എന്തോ അവർ ചെയ്യുകയാണ്, എന്നാൽ അത് ഒരു പെണ്ണിൻ്റെ അടുത്ത് അത് കാണിച്ച് തെണ്ടിത്തരമാണ്. അത് നീതി അവർക്ക് ആ കൊച്ചിന് കൊടുക്കണം എന്നല്ല ഇന്നും നമ്മുടെ സംഘടന അവന് വേണ്ടിയിട്ടാണ് ഇന്നും ആ സംഘടന നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഈ വക്കീലുമായി ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞു, അതിനുശേഷം ഇത് കോടതിയിലേക്ക് നിയമ നടപടികളിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഇയാൾക്കെതിരെ FIR ഇട്ടോ പോലീസ്? പിന്നീട് നടപടികൾ സ്വീകരിച്ചു? FIRൽ ഒരു രീതിയിലും ഇട്ടിട്ടില്ല. FIRൽ ഇന്നും, അതായത് മന്ത്രിതലമായിട്ട് അവനെ പിടിതരം ഉള്ളതിൻ്റെ പേരിൽ FIRൽ പോലീസുകാർ നല്ലൊരു നീതിയായിട്ട് എനിക്ക് വേണ്ടിയിട്ട് അതിലിട്ടിട്ടില്ല. ഞാൻ ജഡ്ജി വിളിച്ച് ജഡ്ജിയുടെ അടുത്ത് പോയി എല്ലാം എൻ്റെ അനുഭവം ഒരു സ്ത്രീ ആയിരുന്നു.
ജഡ്ജി ഒരു സ്ത്രീയായിരുന്നു. എൻ്റെ അനുഭവം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ശരിക്ക് നെഞ്ചുരുകിയാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. അവർ കരഞ്ഞവർ സങ്കടപ്പെട്ടു പോയി. അവരെൻ്റെ അടുത്ത് ചേച്ചി കരയല്ലേ, വെള്ളം എടുത്തു കുടിയെന്ന്. കാരണം അവ എന്നാലും വീഴുന്നല്ലേ, ദയവായിട്ടാണ് അവന്, ഒരു ജഡ്ജിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അവരൊരു സ്ത്രീയായിരുന്നു. ഞാൻ അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചതായിരുന്നു. പക്ഷേ ഇന്നും അവന് നീതി കിട്ടിയിട്ടില്ല. ഇതിന് ഞാൻ ഇറങ്ങി തിരിച്ച് നീതി കിട്ടുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം നീതി കിട്ടൂല, അതെനിക്ക് 100% ഉറപ്പാണ്. പാർട്ടിയുടെ പിന്തുണ ഉള്ള സ്ഥിതിക്ക് കിട്ടൂലെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ വെറുതെ ഇറങ്ങി, അത് ഞാൻ 100% എടുത്ത് പറയുന്നു. ഞാൻ കിട്ടി എന്ന് പറയാം, അത്രയല്ല. ഇന്നും ഈ സെക്കൻഡിൽ ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ അവൻ്റെ രോമത്ത് തൊട്ടിട്ടില്ല, അത് വാസ്തവമാണ്. നിങ്ങളും പാർട്ടി പ്രവർത്തകരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഭീഷണി ഉണ്ടോ? നിലവിൽ ഭീഷണിയാണ്. ഞാൻ ഈ കേസിന് വേണ്ടിയിട്ട് ഇറങ്ങി, അതായത് അഡ്വക്കേറ്റിനെ കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞ് അവരറിഞ്ഞു, എങ്ങനെയാണെന്നറിയില്ല. അവരറിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ തന്നെ പാർട്ടിക്കാരും, കാരണം ഞാനും എൻ്റെ ചേട്ടൻ ഇതേ പാർട്ടിക്കാരാണ്, പക്ഷേ ഇതേ പാർട്ടിയിലുള്ള തന്നെ കുറേ നേതാക്കന്മാർ എന്നെ രാത്രിയെന്നില്ല പകലെന്നില്ലാതെ എന്നെ വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് പറയും, ഇതിന് ഇറങ്ങി തിരിച്ച് ഇതിൻ്റെ ഭവിഷ്യത്ത് നിനക്ക് അറിഞ്ഞുകൂടാ, പിന്നീട് നീ അത് അനുഭവിച്ചോളും. ഇതേ രീതിയിലായിരുന്നു എന്നെ ഭീഷണി ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഞാൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരുപക്ഷെ അവരടുത്ത് മാറ്റുമായിരിക്കാം, അല്ലെങ്കിൽ എനിക്കെതിരെ വേറെ എന്തെങ്കിലും ചെയ്യുമായിരിക്കാം. അതായിരിക്കണമല്ലോ അവരുടെ ഭീഷണി. സാർ, ഈ കേസിൽ കോടതി ഇടപെട്ടതിന് പിന്നാലെ FIR ഈ പ്രതിക്കെതിരെ ഇട്ടു എന്ന് പറയുന്നു. നിസ്സാരമായ വകുപ്പുകളാണ് എന്ന് പറയുന്നു. ഏതൊക്കെ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? ഞാൻ തന്നെയാണ് ഈ കേസിൽ ഈ ഇരയ്ക്ക് വേണ്ടിയിട്ട് ഹാജരായത്. അതുകൊണ്ട് തന്നെ എനിക്ക് കേസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പറയാനോ കോടതി നടപടികളെക്കുറിച്ച് പറയാനോ സാധിക്കില്ല. പക്ഷേ വളരെ ദുഃഖിതയായിട്ട് ഈ സ്ത്രീ അവരുടെ ഒരു സഹോദരിയുമായിട്ടാണ് എന്നെ കാണാമെന്ന്, ഇങ്ങനൊരു സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞു. ബാക്കിയുള്ള കൂടുതൽ വിവരങ്ങളെക്കുറിച്ചൊന്നും ഞാൻ അന്വേഷിച്ചില്ല. എങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ പറഞ്ഞു. അവരോട് ഞാൻ മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുത്തു. അവരൊരേ ആവശ്യമേ പറഞ്ഞുള്ളൂ, എനിക്ക് നീതി ലഭിക്കണം. ഞാൻ അതിന് വേണ്ടുന്ന രേഖകൾ എടുത്തപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതാണ്ട് ശരിയാണെന്ന് തോന്നി. പോലീസിൽ നിന്ന് ഒരു പെട്ടെന്നൊരു നടപടി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് കാര്യങ്ങൾ കൊണ്ട് മനസ്സിലായി. അങ്ങനെ അവസാനം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു. മജിസ്ട്രേറ്റ് കോടതിയിൽ സമീപിച്ച് കഴിഞ്ഞപ്പോൾ ഡയറക്ഷൻസ് കൊടുത്തു കഴിഞ്ഞ് അവർ FIR എടുത്തു. FIRൽ പബ്ലിഷ് ചെയ്യാൻ പാടില്ല, പക്ഷേ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവർ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അതൊന്നും ഉൾപ്പെടുത്തുകയോ പ്രതി ഇതുവരെ അറസ്റ്റ് ചെയ്തതായിട്ടോ നടപടി സ്വീകരിച്ചതായിട്ടോ അറിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും കോടതിയെ സമീപിച്ച് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയമല്ല പ്രശ്നം. നമ്മൾ തൊഴിൽ സ്ഥലത്ത് സുരക്ഷിതമായി ജീവിക്കാനും ജോലി ചെയ്യാനുമുള്ള ഒരു അവകാശത്തിൻ്റെ നിഷേധമാണ് നടക്കുന്നത്. അതിന് ആര് സപ്പോർട്ട് കൊടുത്താലും അതിന് ഒരു നീതിയുക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില കമ്മിറ്റികൾ രൂപീകരിക്കണം. ആ കമ്മിറ്റികൾ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. ഇൻറ്റേർണൽ അങ്ങനത്തെ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ അന്വേഷണം നടന്നിരുന്നുവെന്നും ആ അന്വേഷണത്തിലും ഇദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് അവർ കണ്ടെത്തിയെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുമ്പോട്ടുള്ള നടപടികൾ നഗരസഭയാണ് ചെയ്യേണ്ടിയിരുന്നത്. അത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ഇപ്പം കേസിൻ്റെ ഇപ്പോഴാണ് തുടക്കം. ഇതിൽ 1 വർഷം മുമ്പ് മാധ്യമങ്ങളിൽ വന്നിരുന്ന ഒരു വാർത്തയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് പോലും നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. അതുമാത്രം. പോലീസ് വകുപ്പുകൾ കൂടുതലായിട്ടൊന്നുമില്ല, 2 വകുപ്പുകൾ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പത്രക്കാരെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ആ വിവരങ്ങൾ കളക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. 2 വകുപ്പുകളേ ഉള്ളൂ. ഞാൻ വകുപ്പ് പറയുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കും. അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ കൂടുതൽ വിവരങ്ങൾ പറയുന്നില്ല. പക്ഷേ അട്രോസിറ്റീസ് ആക്ട് ഒന്നും ഇട്ടിട്ടില്ല. കോടതി ഇടപെട്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു എങ്കിലും പോലീസ് ഇതുവരെയും നടപടിയെടുത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൂടാതെ ഈ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ആൾ ഇപ്പോൾ പൊതുമധ്യത്തിൽ വിലസി നടക്കുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് നോക്കുകുത്തിയായി നിലനിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ സ്ത്രീ, ഈ ഇര നീതിക്കായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.